ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് അന്ന് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 17-16 വർഷത്തെ പരിശ്രമവും പഠനത്തിന് ശേഷം വന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആ പദത്തിന് ഒരു മെന്റലിസ്റ്റ്, അല്ലെങ്കിൽ ഇല്യൂഷനിസ്റ്റ്, ഡിസെപ്ഷൻ അനലിസ്റ്റ്, തോട്ട് സ്റ്റീലർ എന്നൊക്കെ പല പര്യായ പദങ്ങൾ അതിനുണ്ട്. അതിൽ ഏതായിട്ടാണ് ആദ്യം വിശേഷിപ്പിക്കാൻ ഇഷ്ടം? ഓക്കെ, ഈ തോട്ട് സ്റ്റീലർ എന്നെല്ലാം പറയുന്നത് പിന്നീട് ഈ മാധ്യമങ്ങൾ എഴുതുമ്പോൾ ഒരു ബിൽഡപ്പ് പോലെ പറയുന്നതാണ്. അങ്ങനെ ഒരു ടേം ഒന്നുമില്ല. മെന്റലിസ്റ്റ് എന്നുള്ളതാണ് പ്രൊഫഷണൽ ടേം. ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിൽ അവർക്ക് തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടാകാം. അതായത് എന്റെ മനസ്സിന്റെ രഹസ്യങ്ങളൊക്കെ പുള്ളി പഠിക്കുവാണോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കണ്ണിലോട്ട് നോക്കാൻ പേടിയായിരുന്നു. നമ്മുടെ മനസ്സിൽ കളറൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെന്ന് പുള്ളി പൊക്കിക്കൊണ്ട് പോകുമോ എന്നുള്ള ധാരണ വെക്കുകയായിരുന്നേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുള്ളപ്പോൾ ഇതിനെ ഏറ്റവും ലളിതമായി എങ്ങനെ ബ്രീഫ് ചെയ്യാനാണ് ഇറ്റ്സ് എ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് മാജിക്. ഓക്കെ, നമ്മളിത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ലൈറ്റ് ആക്കിയിട്ട് നിങ്ങൾ ലളിതമായിട്ട് പറയാം. മാജിക്കിൻ്റെ ഏറ്റവും മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. ഓക്കെ, പക്ഷെ അതിൽ മാജിക്കിൻ്റെ ഉള്ളൊരു ലിമിറ്റേഷൻ ഇല്ലേ, കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ സബ്ജക്റ്റിന്. കാരണം ഒരുപാട് അധികം സബ്ജക്റ്റുകൾ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് തന്നെയാണ് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്.